നമസ്തേ, രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിനെ കുറിച്ചാണ്. ക്ഷേത്രത്തിന്റെ വടക്ക് വശത്തായി ഒഴുകുന്ന അതീവ പുണ്യനദിയായ പമ്പയാറിന്റെ തീരത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആൾവാർമാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിൽ ഉൾപ്പെടുന്ന അതിപുരാതനമായ അതീവ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണിത്. ആറന്മുള വള്ളംകളിയൊക്കെ അതീവ പ്രശസ്തമാണല്ലോ. പഞ്ചപാണ്ഡവന്മാരാൽ പ്രതിഷ്ഠിതമായ 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് മധ്യമ പാണ്ഡവനായ വില്ലാളി വീരനായ അർജുനനാണ്. ഒത്തിരി പ്രശസ്തമായ ഒരുപാട് ഐതിഹ്യവും ചരിത്രവും ഒക്കെ പറയാനുള്ള ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിനെ കുറിച്ച് ഇവിടെ പരിലസിക്കുന്ന ആ ഭഗവാന്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം വൈഷ്ണവ സന്യാസികളും പരമഭക്തന്മാരുമായ ആൾവാർമാർ പാടി പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിൽ ഉൾപ്പെട്ട അതിപ്രശസ്തമായ നൂറ്റാണ്ടുകളുടെ പൗരാണികതയുള്ള ഒരു വൈഷ്ണവ ക്ഷേത്രമാണ്. 52 കരകൾക്കും ദേശനാഥനായി സർവേശ്വരൻ പരിലസിക്കുന്ന ഈ പുണ്യക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണുള്ളത്. വനവാസകാലത്ത് പാണ്ഡവന്മാർ ചെങ്ങന്നൂരിലും പരിസരത്തുമായി താമസിച്ചിരുന്നുവെന്നും അജ്ഞാതവാസം ആരംഭിക്കുന്നതിന് മുമ്പ് അവർ തങ്ങൾ പൂജിച്ചിരുന്ന തേവാര വിഷ്ണു വിഗ്രഹങ്ങൾ 5 ഇടങ്ങളിലായി പ്രതിഷ്ഠിച്ചിരുന്നു എന്നുമാണ് വിശ്വാസങ്ങൾ. തൃച്ചിറ്റാറ്റ്, തൃപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ 5ഉം ദിവ്യദേശങ്ങളിൽ ഉൾപ്പെടുന്നവ ആകയാൽ അതിപുരാതനമായ ക്ഷേത്രങ്ങളാണ്. മധ്യമ പാണ്ഡവനായ വില്ലാളി വീരനായ ശ്രീകൃഷ്ണ സഖാവായ അർജുനനാണ് ആറന്മുളയിലെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം. മഹാഭാരത യുദ്ധത്തിനിടയ്ക്ക് പാർത്ഥനു മുമ്പിൽ പ്രത്യക്ഷനായ പാർത്ഥസാരഥിയുടെ വിശ്വരൂപ ഭാവമാണ് ആറന്മുള വാഴും ഭഗവാന് എന്നാണ് വിശ്വാസം. ഉപനിഷത് സാര സർവസ്വമായ ശ്രീമദ് ഭഗവത്ഗീത ഉപദേശിച്ചു കഴിഞ്ഞ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനന് കാണിച്ചു കൊടുത്ത വിരാട് സ്വരൂപ ദർശന ഭാവമാണ് തിരുവാറന്മുള വാഴും ഭഗവാന് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മഹാഭക്തനായ ഭീഷ്മ പിതാമഹന്റെ വാക്ക് സത്യമാക്കുവാനായി സ്വന്തം വാക്ക് അസത്യമാക്കിക്കൊണ്ട് തന്റെ പ്രിയ സഖാവായ ധനഞ്ജയന്റെ രക്ഷയ്ക്കായി സുദർശന ചക്രവുമായി രഥത്തിൽ നിന്നും ചാടിയിറങ്ങിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിസുന്ദരമായ ഉഗ്രഭാവമാണ് തിരുവാറന്മുളയപ്പന് എന്നും വിശ്വാസങ്ങളുണ്ട്. ആൾവാർമാർ ദിവ്യ പ്രബന്ധങ്ങളിൽ തിരുകുരളപ്പ പെരുമാൾ എന്നാണ് ഇവിടെ വാഴും ഭഗവാനെ വിശേഷിപ്പിക്കുന്നത്. പാട്ടുപ്രസ്ഥാനത്തിലെ പ്രാചീന കൃതികളിൽ ഒന്നായ തിരുനിഴൽമാലയിൽ തിരുവാറന്മുള മഹാത്മ്യം പ്രകീർത്തിക്കുന്നുണ്ട്. നമ്മാഴ്വാർ തന്റെ തിരുവായ്മൊഴി എന്ന ദിവ്യ പ്രബന്ധത്തിലും ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിനാൽ 7-ാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. ചെറുകോൽ നെടുമ്പയിൽ കൊച്ചുകൃഷ്ണനാശാൻ രചിച്ച ആറന്മുള വിലാസം ഹംസപ്പാട്ടിൽ ക്ഷേത്രത്തിന്റെ കൂടുതൽ ഐതിഹ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് മുമ്പിൽ ഭഗവാൻ എപ്പോഴും പ്രത്യക്ഷ സ്വരൂപിയായിരുന്നു എന്നൊക്കെ കഥകളുണ്ട്. നിലയ്ക്കലിൽ നാരായണപുരത്താണ് അർജുനൻ ചക്രായുധനായ ചതുർഭുജ വിഷ്ണു വിഗ്രഹം ആദ്യം പ്രതിഷ്ഠിക്കുന്നത്. കാലാന്തരത്തിൽ കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവവും ജലക്ഷാമവും മൂലം അവിടം വാസയോഗ്യമല്ലാതായി തീരുകയും അതിനാൽ ഭക്തജനങ്ങൾക്ക് എത്തിച്ചേരുവാൻ എളുപ്പമുള്ള ഒരു സ്ഥലത്തേക്ക് വിഗ്രഹം മാറ്റണം എന്ന ഭഗവത് ഹിതവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. ബാലബ്രഹ്മചാരി രൂപത്തിൽ പ്രത്യക്ഷനായ ഭഗവാനെ കുറച്ച് ചാക്കന്മാർ പമ്പാതീരത്ത് ആദ്യം കണ്ടുവത്രേ. അതിസുന്ദരനായ ആ ബ്രഹ്മചാരിക്ക് നദിയിലൂടെ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞതിൻ പ്രകാരം
6 മഞ്ഞമുളകൾ കൊണ്ടൊരു ചങ്ങാടമുണ്ടാക്കി നൽകുകയും അവർ ആ ദൈവീകത്വം തുളുമ്പുന്ന ബാലയോഗിയെ അനുഗമിക്കുകയും ചെയ്തു. ചങ്ങാടം തനിയെ കരയ്ക്ക് അടുത്ത സ്ഥലം ഇടയാറന്മുള എന്നറിയപ്പെട്ടു. അതിനാൽ ഭഗവാൻ ആദ്യം വിശ്രമിച്ച ഇടയാറന്മുള വിളക്കുമാടം കൊട്ടാരം ഭഗവാന്റെ മൂലസ്ഥാനമായി അറിയപ്പെടുന്നു. 6 മുളകൾ കൊണ്ട് കെട്ടിയ ചങ്ങാടത്തിൽ ഭഗവാൻ എത്തിച്ചേർന്ന സ്ഥലം എന്നതിൽ നിന്നാണ് ആറന്മുള എന്ന സ്ഥലനാമം ഉത്ഭവിക്കുന്നത്. ഭഗവാൻ അന്ന് രാത്രി തന്നെ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഈ സ്ഥലം താഴ്ന്ന പ്രദേശം ആയിരുന്നു എത്രേ. അത് അന്ന് രാത്രിക്ക് തന്നെ ഭഗവത് പാർഷദന്മാർ മണ്ണിട്ട് പൊക്കുകയും ക്ഷേത്രം അപ്പോൾ തന്നെ നിർമ്മിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഐതിഹ്യ കഥകൾ. ആറന്മുള വിലാസം ഹംസപ്പാട്ടിൽ പറയുന്നത് നിലയ്ക്കലിൽ അർജുനൻ പ്രതിഷ്ഠ നടത്തിയ വിഗ്രഹം ഇവിടെ എത്തിയപ്പോൾ പ്രതിഷ്ഠിച്ചത് ഭൂമിദേവിയാണ് എന്നൊക്കെയാണ്. എന്തായാലും നിലയ്ക്കലിൽ നിന്നും ഭഗവത് വിഗ്രഹം 6 മുളകൾ കെട്ടിയ ചങ്ങാടത്തിലാണ് പമ്പയിലൂടെ ഈ ദേശത്ത് എത്തിച്ചേർന്നത് എന്ന് ചരിത്രവും ശരിവെക്കുന്നുണ്ട്. കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മിതി കേരളീയ വാസ്തുശില്പകലയുടെ മകുടോദാഹരണമാണ്. 4 ദിക്കിലും ഗോപുരങ്ങളുള്ള ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരത്തിലേക്ക് കയറുവാൻ 18 കരിങ്കൽ പടികളും വടക്കേ ഗോപുരത്തിൽ നിന്നും പമ്പയാറിലേക്ക് ഇറങ്ങുവാൻ 57 പടികളുമുണ്ട്. 18-ാം നൂറ്റാണ്ടിലെ അതിമനോഹരമായ ചുമർ ചിത്രങ്ങളും കൊത്തുപണികളാൽ അലങ്കൃതമായ കരിങ്കൽ തൂണുകളും ദാരുശില്പ ചാതുരിയുമൊക്കെ കാണേണ്ട കാഴ്ചകളാണ്. ഉയരമേറിയ ഭൂവിഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര മതിൽക്കകം മണ്ണുകൊണ്ട് ഉയർത്തിയെടുത്ത ആ ഐതിഹ്യ കഥയെ ഉണ്ടല്ലോ, അതിങ്ങനെ ഓരോ അണുവിലും അനുസ്മരിപ്പിക്കുന്നുണ്ട്. 4 ഗോപുരങ്ങൾക്കും കാവലായി 4 മലദൈവങ്ങളുണ്ട് എന്നാണ് വിശ്വാസം. കിഴക്കേ ഭാഗത്തുള്ള 18 പടികൾ 18 പുരാണങ്ങളെയാണത്രേ പ്രതിനിധാനം ചെയ്യുന്നത്. കിഴക്കേ ഗോപുരത്തിലൂടെ പ്രവേശിക്കുന്നത് അതിവിശാലമായ ക്ഷേത്ര മതിൽക്കകത്തേക്കാണ്. വിശാലമായ നടപ്പുര അഥവാ ആനക്കൊട്ടിൽ, സ്വർണധ്വജം, വലിയ ചുറ്റമ്പലം, പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന ബലിക്കൽ പുര, വലിയ ബലിക്കല്ല് എന്നിവ കടന്ന് വാതിൽ മാടത്തിലൂടെ അതിവിശാലമായ ഉയരമേറിയ നമസ്കാര മണ്ഡപത്തിന് മുമ്പിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഗരുഡൻ കുടികൊള്ളുന്ന ഇവിടെ നിന്ന് ഭഗവാനെ ദർശിക്കണമെങ്കിൽ നമ്മൾ തറയിൽ ഇരിക്കുക തന്നെ വേണം എന്നത് ഭഗവത് വിഗ്രഹം എത്ര ഉയരത്തിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത് എന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. അറകളോടുകൂടിയ അതിബൃഹത്തായ ചെമ്പുമേഞ്ഞ പ്രൗഢിയോടുകൂടെ നിൽക്കുന്ന ആ വട്ട ശ്രീകോവിൽ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. സ്വർണ താഴിക കുടത്തോടുകൂടിയ ചിത്രപ്പണികളാൽ അലങ്കൃതമായ ഈ അത്ഭുത നിർമ്മിതിയുടെ അകത്ത് ആ ഗർഭഗൃഹത്തിൽ ഉയരമേറിയ പീഠത്തിൽ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടത്തിന്റെയും ആ നാഥൻ തിരുവാറന്മുള പാർത്ഥസാരഥിയായി പരിശോഭിക്കുന്നു. ഏകദേശം 6 അടിയോളം ഉയരമുള്ള ചതുർഭുജ വിഷ്ണു വിഗ്രഹം നീലാഞ്ജന ശിലയിൽ ഉള്ളതാണെന്നും കടുശർക്കര യോഗത്തിൽ ഉള്ളതാണെന്നും ഒക്കെ 2 അഭിപ്രായങ്ങളുണ്ട്. ഭൂമിദേവി ശ്രീദേവി പരിസേവിതനായി തൂമന്ദഹാസം പൊഴിച്ചുകൊണ്ട് ഭുവന മനോഹരനായി ഭക്തജന സംരക്ഷകനായി പ്രകാശിക്കുന്ന തിരുവാറന്മുളയപ്പന്റെ ആ ദിവ്യ ദർശനത്തിനെ കുറിച്ച് വർണ്ണിക്കുവാൻ സാക്ഷാൽ അനന്തന് പോലും അസാധ്യമാണ്. ദിവസേന 5 പൂജകളും 3 ശീവേലിയും നടക്കുന്ന ഈ മഹാക്ഷേത്രത്തിൽ ഉച്ചപൂജ നടത്തുന്നത് അർജുനനാണ് എന്ന് വിശ്വാസമുള്ളതിനാൽ ആ പൂജാ സമയത്ത് ഇവിടെ വന്ന് ഭഗവാനെ ദർശിക്കുന്നത് ഏറെ ശ്രേഷ്ഠമാണ് എന്നൊരു വിശ്വാസമുണ്ട്. വിശാലമായ നാലമ്പല കാഴ്ചകൾ അലൗകികമായ ദിവ്യാനുഭൂതിയാണ് പകർന്നു തരുന്നത്. വിഷ്ണു പാർഷദനായ വിശ്വക്സേനനും നാലമ്പലത്തിനകത്ത് കുടികൊള്ളുന്നുണ്ട്. നാലമ്പലത്തിന് പുറത്ത് ശാസ്താവ്, യക്ഷിയമ്മ, ഏറങ്കാവ് ഭഗവതി, സർപ്പക്കാവ് എന്നീ ഉപദേവതമാരും 18 അടി താഴ്ചയിൽ കീഴ്ത്രിക്കോവിൽ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ കിഴക്ക് ദർശനമായി ബലരാമസ്വാമിയും
രണ്ടു വശത്തുമായി വേറെ ശ്രീകോവിലുകളിലായി ഗണപതിയും ശിവനും കുടികൊള്ളുന്നുണ്ട്. ഈ നിരപ്പിലായിരുന്നു ആദ്യം ഈ പ്രദേശം ഉണ്ടായിരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ബലരാമന് മുമ്പിൽ നമസ്കാര മണ്ഡപമുണ്ട്. ബാലബ്രഹ്മചാരി രൂപത്തിൽ എത്തിയ ഭഗവാൻ ഇവിടെ ധ്യാനനിഷ്ഠനായി ഇരപ്പുറച്ചിരുന്നു എന്നും അതിനുശേഷമാണ് മറ്റു ഭാഗങ്ങൾ മണ്ണിട്ട് ഭഗവത് പാർഷദന്മാർ ഉയർത്തിയത് എന്നൊക്കെ കഥകളുണ്ട്. ഈ കീഴ്തൃക്കോവിൽ ക്ഷേത്രം ഏറ്റവും പുരാതനമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് മണ്ണെടുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരു കുഴി ഈ ഭാഗത്ത് പണ്ട് ഉണ്ടായിരുന്നു എന്നും കൊട്ടകൾ തല്ലി കളഞ്ഞ സ്ഥലം കൊട്ടതട്ടിമാലി എന്നും അറിയപ്പെട്ടു എന്നൊക്കെ ഹംസപ്പാട്ടിൽ ആശാൻ പറയുന്നുണ്ട്. സ്വന്തം ജ്യേഷ്ഠനായ കർണനെ വധിച്ചതിനുള്ള പാപപരിഹാരാർത്ഥമാണ് അർജുനൻ ഈ ക്ഷേത്രത്തിൽ ഭഗവത് പ്രതിഷ്ഠ നടത്തിയത് എന്നൊക്കെ കഥകളുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിരത്തിരുനാൾ ബാലരാമവർമ്മ ശബരിമല അയ്യപ്പ സ്വാമിക്ക് സമർപ്പിച്ച തങ്ക അങ്കി സൂക്ഷിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലായതിനാൽ മണ്ഡലവിളക്കിനു മുന്നോടിയായി തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ഇവിടെ ശ്രീ പാർത്ഥസാരഥിയുടെ തിരുമുമ്പിൽ നിന്നാണ് ശബരിമലയിലേക്ക് പുറപ്പെടുന്നത്. ആദ്യം തെക്കുംകൂർ രാജവംശത്തിന്റെയും പത്തില്ലത്തിൽ പോറ്റിമാരുടെയും കീഴിലായിരുന്ന ഈ ക്ഷേത്രം പിന്നീട് തിരുവിതാംകൂർ രാജഭരണത്തിന് കീഴിലാകുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്താണ്. ലോക പ്രശസ്തമായ ആറന്മുള വള്ളംകളിയും ആറന്മുള വള്ളസദ്യയും ഈ ക്ഷേത്രത്തിന്റെ ആണ്ടുവിശേഷവുമായി ബന്ധപ്പെട്ട് വർത്തിക്കുന്നു. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് വള്ളംകളി നടക്കുന്നത്. ഈ ദിവസമാണ് ഭഗവത് പ്രതിഷ്ഠ ഇവിടെ നടന്നത് എന്നും അർജുനന്റെ ജന്മദിനവും ഈ ദിവസമാണ് എന്നൊക്കെ വിശ്വാസങ്ങളുമുണ്ട്. തിരുവാറന്മുളയപ്പന് ഏറെ ഇഷ്ടപ്പെട്ട വഴിപാടാണ് അന്നദാനം. അതിനാൽ ഭഗവാൻ അന്നദാന പ്രഭുവാണ്. അതിനാൽ തന്നെ ആറന്മുളയൂട്ട്, തിരുവോണ സദ്യ, വള്ളസദ്യ എന്നിവയെല്ലാം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇവിടുന്ന് ശ്രീ പാർത്ഥസാരഥിയുടെ തിരുമുമ്പിൽ നിന്നും ആദ്യമായി അന്നം ഭക്ഷിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന കുഞ്ഞുങ്ങൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം എന്നത് അറിയില്ല എന്നാണ് പറയപ്പെടുന്നത്. പണ്ടൊരിക്കൽ ഇവിടെ നിന്നും കുറച്ചകലെയായി സ്ഥിതി ചെയ്യുന്ന കാട്ടൂർ എന്ന ഗ്രാമത്തിലെ മങ്ങാട്ടില്ലത്തെ പരമഭക്തനായ ഭട്ടത്തിരിക്ക് എല്ലാ തിരുവോണ നാളിലും ബ്രാഹ്മണരെ കാൽക്കഴുകിച്ചൂട്ടുന്ന പതിവുണ്ടായിരുന്നു. ഒരിക്കൽ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഇല്ലത്തേക്ക് ഒരു ബ്രഹ്മചാരി പോലും എത്തിച്ചേർന്നില്ല. അതീവ വിഷമം തോന്നിയ അദ്ദേഹം ഭഗവാനോട് തന്നെയാണ് പരാതി പറയുന്നത്. ആ സമയത്ത് പെട്ടെന്ന് ഇല്ലത്തേക്ക് അതിസുന്ദരനായ ഒരു ബ്രാഹ്മണകുമാരൻ കയറി വന്നു. അദ്ദേഹത്തിന് കാൽക്കഴുകിച്ചൂട്ടലും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാൻ നേരം അടുത്ത കൊല്ലവും അങ്ങു വരുമോ എന്ന് ഭട്ടത്തിരി ചോദിച്ചപ്പോൾ എനിക്കുള്ളത് ആറന്മുള ക്ഷേത്രത്തിലേക്ക് കൊടുത്തയച്ചാൽ മതി, ഞാൻ അവിടെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് ആ ബ്രഹ്മചാരിക്കുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷനായി. പിറ്റേ വർഷം ഭട്ടത്തിരിക്ക് ഉത്രാടത്തിന്റെ അന്ന് രാത്രി ഒരു സ്വപ്ന ദൃശ്യമുണ്ടായി. അദ്ദേഹത്തിന് അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് സാക്ഷാൽ ശ്രീഹരിയെ തന്നെയാണ് താൻ കണ്ടത് എന്നത്. ആ സ്വപ്നത്തിൻ പ്രകാരം തിരുവോണ പുലരിക്ക് സകലവിധ സാധന സാമഗ്രികളുമായി ഒരു തിരുവോണ തോണിയിൽ ഭട്ടത്തിരി ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ശത്രുക്കളിൽ നിന്നും തിരുവോണ തോണിയെ സംരക്ഷിക്കുവാനായി അകമ്പടി സേവിച്ച വള്ളങ്ങളാണ് പിന്നീട് പള്ളിയോടങ്ങൾ എന്നറിയപ്പെട്ടത്. ഈ കഥയും ബ്രഹ്മചാരി വേഷം പൂണ്ട ഭഗവാൻ സ്വയം ഇങ്ങോട്ട് എത്തിച്ചേർന്ന ആ ഐതിഹ്യവും വള്ളംകളിക്കും വള്ളസദ്യക്കും പിറകിലുണ്ട്. അനന്തശയനത്തിന്റെ ആകൃതിയുള്ള പള്ളിയോടങ്ങൾ ദേവതാ സാന്നിധ്യ സ്ഥാനങ്ങളായി അതീവ ദിവ്യമായി കണക്കാക്കപ്പെടുന്നു. കർക്കടകം 15 മുതൽ കന്നി 15 വരെ നടക്കുന്ന വള്ളസദ്യ 63-ലധികം വിഭവങ്ങളുടെ സാന്നിധ്യമുള്ള അതീവ ശ്രേഷ്ഠമായ ലോക പ്രശസ്തമായ സദ്യ തന്നെയാണ്. ആറന്മുള വള്ളസദ്യയിലെ വറുത്തരിശ്ശേരിയുടെ കേമത്തം കാരണം ആറന്മുള വലിയ ബാലകൃഷ്ണൻ എന്ന ഗജശ്രേഷ്ഠൻ കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ സമ്മാനമായി
ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്ന കഥയൊക്കെ വളരെ പ്രശസ്തമാണല്ലോ. തിരുവോണത്തോണിയും പള്ളി ഓടങ്ങളുമെല്ലാം എത്തിച്ചേരുന്നത് വടക്ക് ഭാഗത്തുള്ള പമ്പാതീരത്താണ്. ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ വള്ളസദ്യ ആരംഭിക്കുന്നത് ഏത് പള്ളി ഓടത്തിനാണോ വഴിപാട് സമർപ്പിക്കുന്നത് ആ കരയിൽ നിന്നും അനുവാദം വാങ്ങിക്കൊണ്ടാണ്. വഴിപാട് നടത്തുന്ന ഭക്തൻ കൊടിമര ചുവട്ടിൽ ഭഗവാനും പള്ളി ഓടത്തിനും വേണ്ടിയിട്ട് ഓരോ പറകൾ നിറയ്ക്കുന്നതോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നു. വഞ്ചിപ്പാട്ടുകൾ പാടി വടക്കേ ഗോപുരനടയിൽ എത്തുന്ന പള്ളി ഓടങ്ങളെ സ്വീകരിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ, പ്രൗഢഗംഭീരം തന്നെയാണ്. വള്ളപ്പാട്ടിന്റെ താളത്തിൽ ചോദിക്കുന്ന വിഭവങ്ങൾ ഇല്ല എന്ന് പറയാതെ ഉടനടി വിളമ്പണം എന്നാണ് നിയമം. തിരുവാറന്മുളയപ്പനുള്ള ഓണസദ്യക്കുള്ള വിഭവങ്ങളുമായി എത്തുന്ന തിരുവോണത്തോണി കോഴഞ്ചേരി കാട്ടൂരിൽ നിന്നാണ് പുറപ്പെടുന്നത്. മങ്ങാട്ട് ഇല്ലക്കാരുടെ ഈ അവകാശം മേൽപ്പറഞ്ഞ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒത്തിരി ആചാര അനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ ഈ യാത്രയും സ്വീകരണവുമൊക്കെ ഇന്നും പരമ്പരാഗതമായി തന്നെ തുടർന്നു പോരുന്നു. ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായി ഭഗവാനോടൊപ്പം ഭക്തൻ തിരുവോണ സദ്യ ഉണ്ണുന്നു എന്ന മനോഹരമായ ഭക്തിസാന്ദ്രമായ ഒരാശയം കൂടി ഈ ആചാരങ്ങളിലൂടെ ഈ പുരാതന ക്ഷേത്രം പിന്തുടരുന്നു എന്നത് ഏറെ ശ്രദ്ധേയവും വേറിട്ടതും തന്നെയാണ്. മകരത്തിലെ അത്തത്തിന് കൊടികേറി തിരുവോണത്തിന് ആറാട്ടോടുകൂടി 10 ദിവസത്തെ തിരുവുത്സവം അതിവിപുലമായി ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. ഉത്സവ ദിനത്തിന്റെ മുന്നോടിയായി ഭഗവാന്റെ മൂലസ്ഥാനമായ വിളക്കുമാടം കൊട്ടാരത്തിലേക്കുള്ള എഴുന്നള്ളിപ്പും തിരിച്ചിവിടെ നിന്നുള്ള മുളയെഴുന്നള്ളിപ്പും നടക്കുന്നു. 5-ാം ദിവസം ഗരുഡവാഹനത്തിൽ ഏറിയുള്ള തിരുവാറന്മുളയപ്പന്റെ പ്രശസ്തമായ എഴുന്നള്ളിപ്പ് 5-ാം പുറപ്പാട് എന്നാണ് അറിയപ്പെടുന്നത്. അത്താഴ ശീവേലിക്ക് ശേഷം ഭഗവാൻ തെക്കേ നടയിൽ എഴുന്നള്ളി വരുമ്പോൾ സ്ത്രീജനങ്ങൾ ഭഗവാനെ ദർശിക്കുന്നത് ദീർഘമംഗല്യത്തിന് ഏറെ നല്ലതാണ് എന്ന് വിശ്വാസങ്ങളുണ്ട്. സർവൈശ്വര്യപ്രദമായ 5-ാം പുറപ്പാട് തൊഴുവാനായി നിരവധി ഭക്തജനങ്ങൾ പല ദേശങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. തങ്ക അങ്കിയും വെള്ളിപ്രഭയും ചന്ദ്രകലാരൂപത്തിലുള്ള മകുടവും ചേർന്ന ഗരുഡവാഹനത്തിൽ സാക്ഷാൽ സർവേശ്വരൻ എഴുന്നള്ളുന്ന ആ കാഴ്ച ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശിക്കേണ്ടതാണ് എന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. 5-ാം ഉത്സവത്തിന് ഗരുഡവാഹനത്തിൽ എഴുന്നള്ളി വരുന്ന ആറന്മുള ശ്രീ പാർത്ഥസാരഥി തെക്കേ നടയിൽ തന്നെ കാത്തു നിൽക്കുന്ന പരമഭക്തരായ കുന്തിദേവിക്കും പഞ്ചപാണ്ഡവന്മാർക്കും ദർശനം നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് വിശ്വാസങ്ങൾ. ആർപ്പുവിളികളും വായ്ക്കുരവയും പഞ്ചവാദ്യമേളവും ആ സമയത്ത് ഇവിടെ നാദവിസ്മയം തന്നെ സൃഷ്ടിക്കുന്നു. വൃശ്ചികം 1 മുതൽ 12 ദിവസം നടക്കുന്ന ദശാവതാര ചാർത്ത് അഥവാ 12 കളഭം ബ്രഹ്മഹത്യാപാപ നിവൃത്തിക്കായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തുടങ്ങിവെച്ചതാണത്രേ. അഷ്ടമിരോഹിണി വള്ളസദ്യ അതിപ്രശസ്തമാണ്. ഗണ്ഡവദഹനത്തെ ഓർമ്മിപ്പിക്കുന്ന ധനുമാസ കമ്പ സമയത്ത് വഞ്ചിപ്പാട്ടുകൾ പാടിക്കൊണ്ട് ഉണക്ക കമ്പുകൾ ഒരു വനത്തിന്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് തീയിടുകയാണത്രേ ചെയ്യുക. എല്ലാ മലയാള മാസവും ഉത്രട്ടാതി നാളിലും വെളുത്തപക്ഷ ഏകാദശി നാളിലും ഗരുഡവാഹന എഴുന്നള്ളിപ്പ് ഇവിടെ നടക്കാറുണ്ട്. ഇതിനു മുന്നോടിയായി തിരുക്കുറൽ സ്തുതി, മുകുന്ദമാല എന്നിവയൊക്കെ പാരായണം ചെയ്യപ്പെടുന്നു. ഗരുഡവാഹനം നിർമ്മിക്കുവാനും അവകാശികളുണ്ട്. കുട്ടികളെ ഊട്ടുന്ന ആറന്മുള ഊട്ട് ഭഗവാന് ഏറെ ഇഷ്ടമുള്ള വഴിപാടാണ്. ആറന്മുള കണ്ണാടിയുടെ പ്രശസ്തിക്ക് പ്രധാന കാരണം ശ്രീ പാർവതീദേവിയുടെ കരസ്പർശമേറ്റ ആറന്മുള പുഞ്ചയിലെ മണ്ണാണ് എന്നാണ് വിശ്വാസങ്ങൾ. തിരുവാറന്മുള വാഴും ശ്രീ പാർത്ഥസാരഥിയുടെ അനുഗ്രഹത്തോടെ പണിതീർക്കപ്പെടുന്ന ആറന്മുള കണ്ണാടി ഏറ്റവും ഐശ്വര്യദായകവും ലോക പ്രശസ്തവുമായി കാലങ്ങളായി നിലനിൽക്കുന്നു. കിഴക്കേ നടയിലെ കരിങ്കൽ തൂണിൽ കൊത്തിവെച്ചിരിക്കുന്ന വ്യാളിയുടെ വായിൽ
പുറത്തേക്ക് എടുക്കുവാൻ പറ്റാത്ത വിധം സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ ഗോളം സച്ചിന്തയോടുകൂടി ഉരുട്ടുന്നത് കാര്യസിദ്ധിക്ക് ഏറെ ശ്രേഷ്ഠമാണ് എന്നൊക്കെ വിശ്വാസങ്ങളുണ്ട്. വള്ളസദ്യ, ഭജനസദ്യ, പാൽപായസം, അന്നദാനം, സൂക്തപുഷ്പാഞ്ജലികൾ, ഉത്സവബലി, ചുറ്റുവിളക്ക്, പുഷ്പാഭിഷേകം, അർച്ചനകൾ, മുഴുക്കാപ്പ് എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. പണ്ട് ക്ഷേത്രത്തിൽ അഗ്നിബാധ ഉണ്ടായ ശേഷം കാർത്തിക തിരുനാൾ മഹാരാജാവാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയതത്രേ. ക്ഷേത്ര കടവിലുള്ള മത്സ്യങ്ങൾക്ക് ഊട്ടുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടു. ഇങ്ങനെ എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത വിശേഷങ്ങളും ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഈ പുണ്യ പുരാതന ഭൂമിക്കുണ്ട്. ക്ഷേത്ര നിർമ്മിതി, ചരിത്രം, ഐതിഹ്യം, വാസ്തുശില്പചാരുത, പ്രശസ്തമായ ആണ്ടുവിശേഷങ്ങൾ, ദേശമഹിമ എന്നിങ്ങനെ എല്ലാത്തിലും ഉത്കൃഷ്ട പദവി പുലർത്തുന്ന ഈ പുരാതന ക്ഷേത്രഭൂമി ഭഗവത് ഭക്തിയുടെ മഹിമ കൂടിയാണ് പങ്കുവെക്കുന്നത്. ആറന്മുള വാഴും ശ്രീ പാർത്ഥസാരഥിയുടെ നിരവധി അത്ഭുത കഥകൾ ഈ ദേശത്തിന് പറയുവാനുണ്ട്. ഒറ്റ വാക്കിൽ ഈ വിസ്മയ ക്ഷേത്രം ശ്രീകൃഷ്ണമയമാണ്. ശ്രീമദ് ഭഗവത്ഗീത എന്ന ഉപനിഷത്ത് സാര സർവസ്വം പാർത്ഥനുപദേശിച്ച ശ്രീ പാർത്ഥസാരഥി പരിലസിക്കുന്ന ഈ പുണ്യഭൂമി ആത്മബോധത്തിന്റെ പരമാനന്ദം കൂടിയാണ് പ്രവഹിപ്പിക്കുന്നത്. എത്രയോ മഹാഭക്തന്മാർക്ക് സർവേശ്വരൻ പ്രത്യക്ഷ സ്വരൂപിയായി ഭവിച്ച ഈ അതിപുരാതന പുണ്യഭൂമിക്ക് ശതകോടി സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് ഉച്ചരിച്ച ഓരോ അക്ഷരവും തിരുവാറന്മുളയപ്പന്റെ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. അഞ്ചാലൊന്നിന്റെ മധ്യേ മരതകമല ഭോഗി ഭോഗിന്ദതത്തെ ചഞ്ചൽ ചില്ലി വിലാസൈ ത്രിഭുവനമഖിലം കാത്തുരക്ഷിക്കുമാധ്യൻ പഞ്ചാനം പാണ്ഡവാനം പ്രിയസഖി തിരുവാറന്മുള തമ്പുരാനൻ നെഞ്ചിൽ കിഞ്ചിൽ പിരിഞ്ഞിടരു അതിനനിശം കാലമേ കൈതൊഴുന്നേ. തിരുവാറന്മുള വാഴും ശ്രീ പാർത്ഥസാരഥി നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. ശ്രീ പാർത്ഥസാരഥേ നമഃ. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ശരണം.